ഏത് തലത്തിലായിരിക്കും ഇനിയും നടക്കാൻ പോകുന്നത്? നമുക്ക് എങ്ങനെയാണ് ഡോക്ടർ താജ് അലുവ ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? ഡൊണാൾഡ് ട്രംപിന്റെ വെനിസുലൻ അധിനിവേശം, അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോയെ പിടിച്ചുകൊണ്ടുപോയതും വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തിലൂടെ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അമേരിക്ക ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അതുകൊണ്ട് മതിയാക്കാതെ കൊളംബിയൻ പ്രസിഡന്റിന് എതിരെയും മറ്റു പല രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങൾക്കെതിരെയും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. വാസ്തവത്തിൽ അമേരിക്ക അതിന്റെ ഇംപീരിയലിസ്റ്റ് സ്വഭാവം അത് എന്നും കാണിച്ചു പോന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കയിൽ ധാരാളം അധിനിവേശങ്ങൾ നടത്തിയിട്ടുണ്ട്, സീക്രട്ട് ഓപ്പറേഷനുകൾ, അതുപോലെ തന്നെ പ്രത്യേകമായി ലക്ഷ്യമിട്ട രാഷ്ട്രീയ നേതാക്കളെ വകവരുത്തുന്നത് അടക്കമുള്ള ഒരുപാട് തെമ്മാടിത്തരങ്ങൾ അമേരിക്ക കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണം നമ്മളിപ്പോൾ വെനിസുലൻ അധിനിവേശത്തെ മനസ്സിലാക്കാൻ. വെനിസുലയിലെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ അധികാരം ഏറ്റെടുത്ത് നിക്കോളാസ് മദൂരോയെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് അവർ താൽക്കാലികമായി കീഴ്പ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. കാരണം അമേരിക്കയുടെ യഥാർത്ഥ ഉദ്ദേശം നിക്കോളാസ് മദൂരോയെ അറസ്റ്റ് ചെയ്ത് ഡ്രഗ് ട്രാഫിക്കിങ്ങിന്റെ പേരിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം വെനിസുല അല്ല വാസ്തവത്തിൽ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കയറ്റി അയക്കുന്നത്, മറിച്ച് ആ മയക്കുമരുന്നിന്റെ ഉറവിടം ശരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. മെക്സിക്കോയെയാണ് വാസ്തവത്തിൽ ആ അർത്ഥത്തിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ആക്രമണം നടത്താൻ ട്രംപ് ഉദ്ദേശിക്കുന്നെങ്കിൽ ആക്രമിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു പകരം വെനിസുലയെ തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാണ്ട് 303 ബില്യൺ ബാരൽ എണ്ണ എല്ലാ ദിവസവും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന അത്ര അതിവിപുലമായിട്ടുള്ള എണ്ണ ശേഖരം വെനിസുലയ്ക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ എണ്ണ ശേഖരമാണ് വെനിസുലയുടേത്. അമേരിക്കക്കാകട്ടെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അമേരിക്കയുടെ GDP താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവിടെ വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഗവൺമെന്റിന്റെ ചെലവ് പോലും കണ്ടെത്താൻ അമേരിക്ക പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ രണ്ട് സുപ്രധാനമായ ലക്ഷ്യങ്ങളാണ് അമേരിക്കക്കുള്ളത്. ഒന്ന്, തങ്ങൾക്ക് നേരിട്ട് വരുമാനം ലഭിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് എണ്ണ കമ്പനികളിലൂടെ. ഇപ്പോൾ ഒരു ഷെവറൺ എന്ന ഒരൊറ്റ കമ്പനിക്ക് മാത്രമാണ് വെനിസുലയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള എണ്ണ നിക്ഷേപം നടത്താൻ സാധിക്കുന്നത്. അതിന് പകരം മറ്റ് വൻകിട എണ്ണ കമ്പനികൾക്ക്, എക്സൺ മൊബൈൽ ഉൾപ്പെടെയുള്ള വൻകിട എണ്ണ കമ്പനികൾക്ക് നിക്ഷേപം ഇറക്കാനുള്ള ഒരു സൗകര്യം വെനിസുലൻ സർക്കാർ ചെയ്തു കൊടുക്കണം. അങ്ങനെ അമേരിക്കക്ക് അവരുടെ പണം കണ്ടെത്താനുള്ള ഒരു സോഴ്സ് ആയിട്ട് വെനിസുല മാറണം. രണ്ടാമതൊരു സംഗതി, യുദ്ധം ആണ് അമേരിക്കയുടെ എല്ലാ കാലത്തെയുമുള്ള ഒരു പ്രധാന വരുമാന മാർഗം. യുദ്ധോപകരണങ്ങൾ വിൽക്കുക, ഭീതി സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ പാർട്ടികൾക്കും യുദ്ധോപകരണങ്ങൾ വിൽക്കുക, അതുപോലെ തന്നെ യുദ്ധത്തിനുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ അമേരിക്ക എല്ലാ കാലത്തും അവരുടെ ഇക്കോണമിയെ പരിപുഷ്ടിപ്പെടുത്തിയിട്ടുള്ളത്. അത് തുടർന്നുകൊണ്ടിരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. നോക്കൂ, ഇതിനുശേഷം ഇറാനെ അധിനിവേശം ചെയ്യും, അതുപോലെ തന്നെ കൊളംബിയക്കെതിരെ, മറ്റ് പല രാജ്യങ്ങൾക്കെതിരെ, ചിലി പോലുള്ള രാജ്യങ്ങൾക്കെതിരെ ഒക്കെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം മേഖലയിലും മൊത്തം ലോകത്ത് തന്നെയും സൃഷ്ടിക്കുന്നതിലൂടെ അമേരിക്കൻ ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്നതും വളരെ സുപ്രധാനമായ ലക്ഷ്യമാണ്. ഇത്തരം സ്വാഭാവികമായിട്ടുള്ള നടപടികളാണ് അമേരിക്കൻ ഭരണകൂടം അത് മാത്രമേ ഈ സന്ദർഭത്തിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, വെനിസുലയുടെ ഇപ്പോഴത്തെ എണ്ണ ശേഖരത്തെ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്, അവിടെ നിന്നുള്ള എണ്ണ കയറ്റുമതിയും മറ്റുമൊക്കെ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ചൈനയാണ്. അതുപോലെ തന്നെ നേരത്തെ റഷ്യയും വെനിസുലയെ സൈനികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സൈനികമായിട്ടുള്ള സഹായങ്ങൾ റഷ്യയും വെനിസുലയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു സ്ഥാനത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കക്ക് കടന്നു വരണം എന്ന് മാത്രമല്ല, വെനിസുലയുടെ ഈ പറയുന്ന വിപുലമായ എണ്ണ ശേഖരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഏതെങ്കിലും അർത്ഥത്തിൽ അഡ്രസ് ചെയ്യണം എന്നതാണ് ട്രംപിന്റെ ആഗ്രഹം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാക്കി പറയുന്ന ന്യായങ്ങളൊക്കെ, അതായത് ഇത് ഡ്രഗ് ട്രാഫിക്കിംഗ്, നാർക്കോട്ടിക് ടെററിസത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്, അതിന് തടയിടാനുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്നതെല്ലാം തന്നെ ഇവിടെ
അപ്രസക്തമാണ്, അപ്രധാനമാണ്. മറിച്ച് വളരെ സുപ്രധാനമായ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് അമേരിക്കക്കുള്ളത്. പക്ഷെ അതിന് ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങളും ഒക്കെ നോക്കുകുത്തിയായി നിൽക്കുന്നു. ആരും ഒന്നും പ്രത്യേകിച്ച് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതികരിച്ചവർ തന്നെ വളരെ സൂക്ഷ്മമായി, അതല്ലെങ്കിൽ ഒരർത്ഥത്തിൽ അമേരിക്കൻ ആക്ഷനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാതെയൊക്കെയുള്ള ഒരു പ്രതികരണമാണ് പലരും നടത്തിയിട്ടുള്ളത്. ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ നടപടി വാസ്തവത്തിൽ ഇപ്പോ അമേരിക്കൻ കോൺഗ്രസിന്റെ തന്നെ പല പ്രതിനിധികളും വിമർശിക്കുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലും പല രൂപത്തിൽ ഗവൺമെന്റുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പലരും അതിനെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത്തരം വിമർശനങ്ങളൊന്നും വകവെക്കാതെയുള്ള ഒരു നിലപാടാണ് അമേരിക്ക ഇതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇനിയും അത് തന്നെയാകും ട്രംപിന്റെ പദ്ധതി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അന്തിമമായിട്ട് ഇതിനൊരു പ്രയാസമുണ്ടാകാൻ സാധ്യതയുള്ളത് വെനിസ്വേലയിലെ ജനങ്ങൾ ഇപ്പോൾ അതിശക്തമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. അവർ ഈ അമേരിക്കൻ അധിനിവേശത്തെയും അമേരിക്കൻ ഇടപെടലിനെയും അതിശക്തമായി വിമർശിച്ചുകൊണ്ട് അതിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് രംഗത്തുണ്ട്. സ്വാഭാവികമായിട്ടും നിക്കോളാസ് മദുരോയെ പോലുള്ള ആളുകൾ വളർത്തിയെടുത്ത, അതിനു മുമ്പ് ഹുഗോ ചാവേസിനെ പോലുള്ള ആളുകളും വളർത്തിയെടുത്ത ധാരാളം മാഫിയ സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങളൊക്കെ തന്നെ വെനസ്വേലയിൽ ഇപ്പോൾ സജീവമാണ്. അവരൊക്കെ അതിജയിച്ചുകൊണ്ട് ട്രംപിന്റെ പദ്ധതി വെനിസ്വേലയിൽ വിജയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എത്രമാത്രം വേഗത്തിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന് ഗുണകരമാകുന്ന രൂപത്തിൽ വെനിസ്വേലയുടെ എണ്ണ ഉപയോഗപ്പെടുത്താൻ അമേരിക്കക്ക് സാധിക്കും എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിലും ഇതൊക്കെയാണെങ്കിലും ഇത്ര റിസ്ക് സഹിച്ചുകൊണ്ട് ഇത്രയധികം വലിയ ഒരു സൈനിക നീക്കം കരീബിയൻ കടലിൽ നടത്തിക്കൊണ്ട് അമേരിക്ക വെനിസ്വേലയിലേക്ക് കടന്നു കയറുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ ഇപ്പോ ഒരു ചരിത്ര പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് ഇത്തരം ആക്രമണങ്ങളെ, ഇത്തരം അധിനിവേശങ്ങളെ ഇല്ലായ്മ ചെയ്യണം, എന്നിട്ട് ലോകത്ത് സമാധാനം സ്ഥാപിക്കണം, ഒരു രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിന്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളോ ഗവൺമെന്റുകളോ ഇടപെടാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത്. പക്ഷെ അത്തരം ചാർട്ടറുകളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതോ ചില നിയമത്തിന്റെ, അമേരിക്കയിലുള്ള ചില നിയമത്തിന്റെ നൂലാമാലകൾ പിടിച്ചുകൊണ്ട് അവിടുത്തെ തന്നെ കോടതികളുടെ ചില വിധികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിക്കോളാസ് മദുരോയെ ഈ ഒരു രൂപത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ നിക്കോളാസ് മദുരോ വാസ്തവത്തിൽ ഒരു പ്രതീകം മാത്രമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം നടപടികൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഈ നിക്കോളാസ് മദുരോ ഇപ്രകാരം അറസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നതിന് പല രൂപത്തിലുള്ള വഴികൾ അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, ധാരാളം പ്രോപ്പഗണ്ട. ഡോക്ടർ താജ് ആലുവ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ ആസൂത്രണം ഒക്കെ തന്നെയും ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് നിലവിൽ സൈബർ ഹാൻഡുകളിൽ ഉൾപ്പെടെ പറയുന്നത് എന്തുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ വെനിസ്വേലയിലാണ് മയക്കുമരുന്ന് മാഫിയ ഉള്ളത്, മയക്കുമരുന്ന് കടത്തുള്ളത് അവിടെയാണ് എന്നാണ് ഈ പ്രചരിപ്പിക്കുന്നത്, അമേരിക്ക കൂടുതലായും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ നോക്കൂ, ഡോക്ടർ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ താജ് ആലുവ അടക്കം പറയുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കയറ്റുമതി അല്ലെങ്കിൽ അതിന്റെ വിപണനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് മെക്സിക്കോയിലാണ്. അപ്പോൾ അത് കണ്ടില്ലെന്ന് ട്രംപ് നടിക്കുകയും ഇപ്പോൾ വെനിസ്വേലയ്ക്ക് വലിയ തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അവരുടെ രാജ്യത്തെ പ്രഥമ പൗരനെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ നിലപാടിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ലോകവ്യാപകമായി ഉയരുന്നത്.